ഇസ്ലാമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, സിൽമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. സലാം എന്ന് പറഞ്ഞ ചെറിയ കോയ എന്ന് പറയാൻ ഒരുത്തനുണ്ടാവില്ല. സലാമത്ത് സദർ ഉണ്ടെങ്കിലേ സലാമത്തായി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അല്ല നമ്മളെ യുഡായിപ്പൊന്നും അള്ളാൻ അതിനൊരു പരിശ്രമവും പണിയെടുക്കും. അതാണ് വേണ്ടത്. ഒരു സ്വഹാബി നബി തങ്ങളുടെ റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരാളപ്പോ നമ്മുടെ മുന്നിലുണ്ടോ? അതിനാണ് അല്ലാഹു തആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. എന്തിനാണ്? കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കാൻ. നമ്മുടെ ദിശ എന്തെങ്കിലും ഒരു ദുആ ചെയ്യണമെങ്കിൽ ഒരു മുസീബത്ത് വരണം. മുസീബത്ത് വരാതെ ദുആ ആർക്കില്ല. വാപ്പ സുഖമില്ല, ആരോഗ്യതയുടെ ഗാത്രനായി വർഷങ്ങളായി നടക്കുന്ന ഉപ്പ, ഗുണം വേണ്ട, വെള്ളം വേണ്ട, ഐസിയുവിന്റെ മുന്നിലിരുന്നോട് പ്രാർത്ഥിക്കണേ എന്നവര് കൈമലർത്തിക്കൊണ്ട് പറയുമ്പോ അവസാനമായി നമ്മൾ മടന്ന് വാട്സപ്പ് ഓണാക്കിയിട്ട് എല്ലാ ഉലമാക്കളുടെ ഉമറാക്കളുടെ ഗ്രൂപ്പിലേക്കും വിടും. കൊറോണ വന്നപ്പോ എന്താ മോങ്ങിയത്? ഇസ്ലാമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, സിൽമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. സലാം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അത്. സലാമേ ആതിശേ ജംജീർ ബാത്തിൽ ചോടനെ വാലേ, സലാമേ ഖാരിജെ ടൂട്ടേ ഹുവേ ദിൽ ജോടനെ വാലേ. അധർമ്മത്തിന്റെ ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലേ, അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലേ, അങ്ങേക്ക് സലാം. സലാമത്ത്, ആ സലാമത്ത് ഉണ്ടെങ്കിലേ പൊട്ടിപ്പോയ ഹൃദയങ്ങൾ അവർക്ക് യോജിക്കുള്ളൂ. നമുക്കിന്ന് സലാമത്തു സദറില്ല, സലാമത്തു സദർ നമുക്കിന്നില്ല. നിസ്കാരമൊക്കെ ഉണ്ടാവും, തഹജ്ജുദ് ഉണ്ടാവും, ളുഹാ നിസ്കാരം ഉണ്ടാവും, ഇശ്റാഖ് ഉണ്ടാവും, ഓബീൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അസ്സലാമു അലൈക്കും യാ കോയ എന്ന് പറയാൻ ഒരുത്തനുണ്ടാവില്ല. നിസ്കരിക്കാൻ വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ടാവൻ്റെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ, എന്നിട്ട് ഇവൻ ഇറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈയെടുത്ത് നോക്ക്, ഓടെ തട്ടി തൂർ കളഞ്ഞിട്ട് പോകും. ഇയാളാ അവിടെ വൈബ്രേഷനിൽ നിസ്കരിച്ചത്. എന്താ ഫായിദ? അതുകൊണ്ട് മക്കളെ, സലാമത്ത് സദർ ഉണ്ടെങ്കിലേ സലാമത്തായി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അല്ല നമ്മളെ യുഡായിപ്പൊന്നും അള്ളാൻ്റെ അടുക്ക് നടക്കൂല കേട്ടോ. അതാദ്യം പഠിച്ചോളി. ഇത് നമുക്കൊന്നും ആർക്കും അർഹതയില്ല. ആരാ എവിടെ യവനെ എത്തുക, ആർക്ക് കിട്ടും? നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ അവിടെ ചാടും. നമ്മൾ വലിയ പ്രതീക്ഷയോടിരിക്കുന്നവനൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നതായിരിക്കും. അള്ളാഹുവൊക്കെ നമ്മൾ യഥാർത്ഥ ദാറുസ്സലാമിൽ നമ്മളെ എത്തിക്കുമാറാകട്ടെ. അതിനൊരു പരിശ്രമവും പണിയെടുക്കും. അതാണ് വേണ്ടത്. ഒരു സ്വഹാബി നടന്നു വരുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദ്ദേഹം ഇതാ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നേരെ സ്വർഗത്തിലാണ് കേട്ടോ. സ്വർഗത്തിന്റെ അവകാശികളെ നിങ്ങൾക്ക് കാണണോ? ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ കടന്നു വരികയാ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ നോക്കി നിൽക്കുമ്പോ ഒരു സഹാബി, സാധുവായ സഹാബി, ചെരുപ്പം കയ്യിലെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. വലിയ പ്രശസ്തനല്ല, പ്രഗത്ഭനല്ല, ഈ പറയപ്പെട്ട വലിയ ഇബാദത്തുദാരിയല്ല, ഒന്നുമല്ല. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോക്കിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഹുവ മിനൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ. സഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയാ, അല്ല സഹോദര, നിങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്തേ? ഇല്ല, എനിക്ക് നിങ്ങൾ പറയപ്പെടുന്നത് പോലെ പ്രത്യേകമായ കർമ്മങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരാളെ കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ മോശമായി അവരോട് പെരുമാറുകയോ അവരെ കുറിച്ച് മനസ്സിൽ അനാവശ്യമായി കരുതുകയോ ചെയ്തിട്ടേ ഇല്ല. ഒരുപക്ഷെ അക്കാര്യമായിരിക്കാം ഹബീബായ തങ്ങൾ ഞാൻ സ്വർഗത്തിലെന്ന് പറഞ്ഞത്. ആ സ്വഹാബിയുടെ ക്വാളിറ്റി എന്താണ്? ഒരാളെ കുറിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. നീ മോശപ്പെട്ടവനാണ്, നിന്റെ സ്വഭാവം മോശമാണ്, അങ്ങനെ ഒരു ചിന്ത ആ സ്വഹാബിയുടെ മനസ്സിലേ ഇല്ല. അദ്ദേഹം സ്വർഗത്തിലുള്ള നബി തങ്ങളുടെ റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരാളപ്പോ നമ്മുടെ മുന്നിലുണ്ടോ? അതിനാണ് അല്ലാഹു തആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. എന്തിനാണ്? കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ. നമ്മുടെ ദിശ വിട്ടിട്ട് നമ്മൾ ഓടുമ്പോ, യാത്ര ചെയ്യുമ്പോ യഥാർത്ഥ ദിശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. وما أرسلنا من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون.
വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നമ്മുടെ റൂട്ട് മാറിപ്പോകുമ്പോ യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ നൽകുമത്രേ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾക്ക് യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണ്ടേ? നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മാപ്പ് ശരിയല്ല കേട്ടോ. ആ ഗൂഗിൾ മാപ്പ് നിങ്ങളെ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും കേട്ടോ. യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണേ. അത് കുറച്ച് ത്യാഗമാണ്, കുറച്ച് പരിശ്രമമാണ്, കുറച്ച് വേദനയാണ്, കുറച്ച് കണ്ണുനീരൊലിപ്പിച്ചാലല്ലാതെ ആ യഥാർത്ഥ ദിശയിലേക്ക് വരാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മെ പരീക്ഷിക്കുന്നത് ലഅല്ലഹും യർജിഊൻ, അവനിലേക്ക് മടങ്ങി അവനെ നമ്മളൊന്ന് വിളിക്കാൻ വേണ്ടിയത്രേ. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്തതുപോലെ ദുആകൾ ഈ 37-40 ദിവസമായി പശ്ചിമേഷ്യയിലെ കുരുന്നു മക്കളെ കുരുതി കൊടുക്കുന്നത് കണ്ടിട്ട് ഓരോ മുക്കിലും മൂലകളിലും ദുആയോടെ ദുആയല്ലേ, ദുആയോടെ ദുആയല്ലേ. ഈ സംഘർഷമുണ്ടാകുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മൾ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തിട്ടുണ്ടോ? ആര് ചെയ്തു? എന്തെങ്കിലും ഒരു ദുആ ചെയ്യണമെങ്കിൽ ഒരു മുസീബത്ത് വരണം. മുസീബത്ത് വരാതെ ദുആ ആർക്കില്ല. വാപ്പ സുഖമില്ല, ആരോഗ്യദൃഢഗാത്രനായി വർഷങ്ങളായി നടക്കുന്ന ഉപ്പ, ഒരു കുഴപ്പവുമില്ല, മക്കൾ ദുആ ചെയ്യുന്നില്ല, ആ പിതാവ് ദുആ ചെയ്യുന്നില്ല. ഇതാ വാപ്പ ആശുപത്രിയുടെ ICUവിലാണെന്ന് കേട്ടപ്പോ മക്കള് ദുആയോടെ ദുആയാണ്, സദസ്സിന് ദുആയോടെ ദുആയാണ്. കാരണം എന്താണ്? ആ പിതാവിനൊരു മുസീബത്ത് ബാധിച്ചിരിക്കുകയാ. അല്ലാ, ആ മുസീബത്തിൽ നിന്ന് എൻ്റെ ഉപ്പയെ രക്ഷിക്കണേ. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ICUവിന്റെ മുന്നിലിരുന്ന് കണ്ണീരോടെ ദുആയാണ്. ഡോക്ടർമാര് വന്ന് പറയുന്നു, വൈദ്യ ഗവേഷകര് വന്ന് പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിലേക്ക് സകലവും സമർപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണേ, ദൈവത്തോട് പ്രാർത്ഥിക്കണേ എന്നവർ കൈമലർത്തിക്കൊണ്ട് പറയുമ്പോ അവസാനമായി നമ്മൾ മടങ്ങുന്നത് യർജിഊൻ, ലഅല്ലഹും യർജിഊൻ. പെട്ടെന്ന് വാട്സപ്പ് ഓൺ ആക്കിയിട്ട് എല്ലാ ഉലമാക്കളുടെ ഉമറാക്കളുടെ ഗ്രൂപ്പിലേക്കും വിടും. ഇന്ന സഹോദരന്റെ വാപ്പ ICUവിലാണ്, ദുആ അല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യണേ. അതുവരേക്കും ദുആ ഇല്ല, അതുവരേക്കും ദുആ ഇല്ല. ഇതുണ്ടോ? ആരോഗ്യമുള്ള ഒരുത്തൻ, വലിയ സമ്പത്തുള്ള ഒരുത്തൻ, നല്ല പ്രതാപമുള്ള ഒരുത്തൻ ദ്വാരക്കുവൻ എവിടാ ദ്വാരക്കവൻ? ദുആ വേണ്ടെന്നാ ഇപ്പൊ അവര് പറയുന്നത്. അല്ല, ആരോഗ്യമുള്ളവൻ ദുആ വേണ്ടെന്നാ പറയുന്നത്. ദുആടെ ആവശ്യം ഇപ്പൊ ഇല്ല എന്നാണ്. എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ്ക്കല്ല, അള്ളാഹ് അറിയാം. പിന്നെ എന്തിനാ ഇപ്പൊ മോങ്ങുന്നത്? NRC വന്ന് എല്ലാത്തിനും ഇവിടെ അടിച്ചു മാറ്റാൻ പോയപ്പോ മോങ്ങിയത് എന്തിനാ? എന്തോരം മോങ്ങുന്നു എല്ലാവരും. കൊറോണ വന്നപ്പോ എന്താ മോങ്ങിയത്? ഭയങ്കര കരച്ചില്. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് ആഫിയത്തുള്ളപ്പം തന്നെ മോങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇരുന്ന് മോങ്ങടാ, ആഫിയത്തുള്ളപ്പം മോങ്ങ. പഠിച്ചവനെ, എൻ്റെ ഈ ഊർജം, എൻ്റെ ഈ ഓജസ് തേജസ് നീ തകർത്ത് കളയല്ല അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, ലാ ഇലാഹ ഇല്ലാ അൻത. രോഗം വരുമ്പോഴല്ല ദുആ ചോദിക്കേണ്ടത്, രോഗം വന്നതിന് ശേഷമല്ല അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കേണ്ടത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് ചെയ്തതിൽ വെച്ച് ഈമാനിന് ശേഷം, യഖീനിന് ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആഫിയത്താണ്, ആരോഗ്യമാണ് കേട്ടോ. അതുകൊണ്ട് സ്വഹാബാ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആരോഗ്യം ചോദിക്കണേ, അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കണേ.